സ്രാവുകളെ സംരക്ഷിക്കുന്നതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നിപ്പോൾ വലിയ പുരോഗതിയായി പോലീസ് തന്നെ വെളിപ്പെടുത്തുന്നത് ഈ കാക്കനാട് ജയിലിൽ നിന്ന് ദൃശ്യങ്ങൾ കിട്ടിയതാണ്. ഇതെങ്ങനെയാണ് ഒരു പോലീസിനെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമായി എടുത്തുയർത്തിക്കാട്ടാൻ കഴിയുക? ഇവിടെ ഈ പറയുന്ന ജയിലിൽ ഒരാൾ കുറ്റം ചെയ്യാതിരിക്കുവാനുള്ള സ്ഥിതിയാണ് ഉറപ്പുവരുത്തേണ്ടത്. അവിടെ ഇരുന്ന് ഇയാൾ ഗൂഢാലോചനയുടെ തുടർ നടപടികളിലേക്ക് പോയിരിക്കുന്നു. അവിടെ CCTV ഉണ്ട്. എന്നിട്ടത് ഒരു ഘട്ടത്തിൽ പോലും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ല. കുറഞ്ഞത് ആരുടെയെങ്കിലും ഒരു ജാഗ്രത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് മുൻകൂട്ടി തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് കേരളം ഇന്ന് കടപ്പെട്ടിരിക്കുന്നത് ജിൻസൺ എന്നൊരു കൂട്ടുപ്രതിയുടെ സത്യസന്ധതയിലാണോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? വേണു, ഈ ജിൻസൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷം വളരെ വലുതാണ്. എൻ്റെ ബഹുമാനപ്പെട്ട ഒരു സുഹൃത്തിനെ കാണാൻ ജിൻസൺ പോവുകയും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വ്യഥ അദ്ദേഹത്തോട് തുറന്നു പറയുകയും ചെയ്തതിന് ശേഷമാണ് തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ഈ 164 മൊഴി കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ജയിലിൽ ഈ പറയപ്പെടുന്ന പൾസർ സുനി അദ്ദേഹം കിടക്കുന്ന സ്ഥലത്ത് കിടന്നുകൊണ്ടാണ് പരസ്യമായി ഫോൺ ചെയ്തത്. ഇപ്പോൾ CCTV ക്യാമറ പരിശോധിക്കുമ്പോൾ അയാൾ കിടന്ന സ്ഥലത്ത് കിടന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പരസ്യമായിട്ടാണ് ജയിലിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടൊരു പ്രതി അതിനകത്ത് ഈ ഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ അവിടെ ജയിലിലെ വ്യാപകമായി കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുകയും കുറ്റവാളികളിൽ നിന്ന് പാരിതോഷികം സ്വീകരിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ ഒരിക്കലും ഒരാൾക്കും അകത്ത് കൊണ്ടു കടക്കാൻ കഴിയില്ല. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു ക്രിമിനൽ പ്രതിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത വഴിക്ക് ഒരുപക്ഷെ കുറ്റം തെളിയിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടാകാം. കാരണം ഈ പ്രതിയിൽ നിന്ന് കാര്യങ്ങൾ പുറത്തു പോയാൽ ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ രക്ഷപ്പെടില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കാം. ഇല്ലില്ല, അങ്ങനെ ചെയ്യാനുള്ള ഒരു ചുമതലയും ജയിലിനെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അത് തുറന്നു പറയണം ശ്രീ റഹീം. അതായത് കേരള പോലീസിന് ഒരു ഘട്ടം വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. 120B തെളിയിക്കുവാൻ വേണ്ടി ജയിലിൽ ഞങ്ങൾ മറ്റൊരു രൂപത്തിലുള്ള കുറ്റാന്വേഷണത്തിലേക്ക് പോയി. നിയമം ലംഘിച്ചുകൊണ്ട് ഇങ്ങനെയാണോ നിയമം നടപ്പാക്കേണ്ടത്? അല്ല, അതൊന്നും അങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഉണ്ടായില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ്. അങ്ങനെ ഒരു ഊഹാപോഹം നമ്മുടെ മുന്നിലുള്ള വാസ്തവം എന്താണ്? ജയിലിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നടന്നു എന്നാണ് പറയാൻ. ഒരു പ്രതി പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് പുറത്തറിഞ്ഞു എന്നതാണ് പറയാൻ. ഞാൻ ജയിലിനകത്ത് ജുഡീഷ്യൽ കസ്റ്റഡിയുടെ സ്ഥലമാണ് എങ്കിലും ജയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിലക്കുകളുടെ ഒരു ലോകമാണെങ്കിലും വിലക്കപ്പെട്ടതെല്ലാം ലഭിക്കുന്ന സ്ഥലം കൂടിയാണ് ജയിൽ. അത് ഇപ്പോഴിത് മാത്രമല്ല, ഇപ്പോഴാണ് മൊബൈൽ ഫോണുകളുടെ കാലം വന്നപ്പോഴാണ് മൊബൈൽ ഫോൺ ലഭിക്കുന്നത്. വിലക്കപ്പെട്ടതെല്ലാം അകത്ത് എല്ലാം സുലഭമായി ലഭിക്കുമെന്നല്ല, എത്തിക്കേണ്ട ബോൺ ക്രിമിനലുകൾ എത്തിക്കുന്ന ചില വഴികൾ അവർക്കുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും ചില ഉദ്യോഗസ്ഥരുടെ എല്ലാം സഹായമുണ്ടായിട്ടുണ്ട്. അങ്ങനെയായിരിക്കും ഇതെല്ലാം എത്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ആ നടന്നിട്ടുള്ളത് 164 എടുക്കുന്നു, പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ കിട്ടിയ വിവരങ്ങൾ ഒത്തുനോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണ്ടേ? പോലീസിന് ബോധ്യമാവുക മാത്രമല്ല, അത് കോടതിയിലും സമർപ്പിക്കണം, തെളിവായി എവിഡൻസായി എടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ മൊഴി മൊഴി മാത്രമല്ല പ്രശ്നം. ശ്രീ റഹീം, ഈ കിട്ടിയിരിക്കുന്ന തെളിവുകളുടെ ആധികാരികത ഉറപ്പുവരുത്തുക എന്നൊരു പ്രക്രിയയെ പറ്റിയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് നമ്മുടെ മുന്നിൽ അണ്ണൻ സിജിത്തിൻ്റെ ഒരു അനുഭവമുണ്ട്. ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അല്ലേ? DGP ശ്രീലേഖയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുറത്തു വന്നപ്പോൾ നടക്കുകയുണ്ടായി. പരിശോധിക്കുമെന്ന് പറയുകയുണ്ടായി. അതിൻ്റെ തുടർ നടപടി ഉണ്ടായതിനെപ്പറ്റി അറിയില്ല. അണ്ണൻ സിജിത്ത് TP കേസിലെ പ്രതി. ഇനി ഇവർ തന്നെ ഫേസ്ബുക്കിൽ കളിച്ചത് ഇതിനു മുൻപ് പുറത്തു വന്നതാണ്. ഇതൊക്കെ ഒരു പരിധിവരെ മനസ്സിലാക്കാം. ഇതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല, പക്ഷെ അപ്പോഴും ഒരു പരിധിവരെ മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. ഇത് അയാൾക്ക് എവിടെയാണോ പോലീസിന് പിടികൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് ആ പദ്ധതി അയാൾ വിജയകരമായി നടപ്പാക്കുകയാണ് ജയിലിൽ. അയാൾ ആർക്കു വേണ്ടിയാണോ ഈ കാര്യങ്ങൾ ചെയ്തത് അവരെ നേരിട്ട് ബന്ധപ്പെടുകയാണ്. റഹീം പറയട്ടെ, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ജയിലിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നടക്കാറുണ്ട്. അത് ഇവരെ വിളിക്കുന്നത് മാത്രമല്ല, ഒരുപാട് പ്രതികൾ ഇത് ചെയ്യാറുണ്ട്. അതിനെല്ലാം തന്നെ ആ ഘട്ടത്തിലാണ് CCTV പോലുള്ള പുതിയ സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവന്നത്. പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് CCTV സ്ഥാപിച്ചതിന് ശേഷവും ജയിലിൽ മൊബൈൽ ജാമറുകളില്ലേ? അല്ല, പറയട്ടെ, ഇതെല്ലാം വെക്കുമ്പോഴും ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ലഹരി, കഞ്ചാവ് ഉൾപ്പെടെ അതിനകത്തെത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വിലക്കപ്പെട്ട സ്ഥലമാണെങ്കിലും വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് ഇതെല്ലാം അവിടെ എത്താറുണ്ട്. അതിന് ജനറലായിട്ട് നമ്മൾ കാണുക.
ആ സാധ്യത ഇയാൾ ഉപയോഗിച്ചു. ഇയാൾ ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ഇയാൾക്ക് വടിയാവുകയും പറയട്ടെ. അല്ല ശരി റഹീം, ഇനി ആ ഘട്ടം വരെ ഇതിനെ സാമാന്യവൽക്കരിച്ച് താങ്കൾ ഇതിനെ ന്യായീകരിച്ചാലും പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് കണ്ടെത്തപ്പെടണ്ടേ? ഒരു പ്രതിയോടാണ് നാം കടപ്പെട്ടിരിക്കുന്നത്, ജിൻസൺ എന്ന പ്രതിയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞോട്ടെ, ഈ കേസ് ഇയാളെ പിടിച്ചല്ലോ, 6-ാം നാൾ ഈ സംഭവം നടന്നു. 6-ാം നാൾ പൾസർ സുനിയെ പിടിക്കുന്നു. പൾസർ സുനിയെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ജയിലിലേക്ക് അയക്കുന്നു. പൾസർ സുനി പഠിച്ച കള്ളനാണ്. നിങ്ങൾ പറഞ്ഞല്ലോ കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ആദ്യത്തെ ഈ ചോദ്യശരങ്ങൾക്കിടയിൽ ഒരു വാചകം ഉണ്ടായിരുന്നു അയാളുടെ ആ ക്ലവർനെസ്സിനെ കുറിച്ച്. അങ്ങനെ അതാണ് അയാളെപ്പോലൊരു പഠിച്ച കള്ളൻ പോലീസിൻ്റെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യമായി. അതുകൊണ്ടാണ് പോലീസ് ഫുൾ സ്റ്റോപ്പ് ഇടാതെ 120B എന്ന് എഴുതി കൊടുത്തത്, 120B ഇനി ഉണ്ട് എന്ന് പറഞ്ഞത്. ആ ഗ്യാപ്പിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ശ്രീ വേണുവും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോലീസിൻ്റെ അന്വേഷണം അവിടെ കൊണ്ട് അവസാനിച്ചുവെന്നും അതിനുശേഷം ജിൻസൺ പറഞ്ഞതിന് ശേഷം പുനരാരംഭിച്ചു എന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അത് പോലീസ് സംഘം അന്ന് മുതൽ ഇതിൻ്റെ പിറകെയുണ്ട്. നമ്മൾ പക്ഷേ മാധ്യമങ്ങളും നമ്മളുൾപ്പെടെയുള്ള മറ്റ് പൊതുസമൂഹവും നമ്മുടെ ശ്രദ്ധ മറ്റു പലതിലേക്കും പോയപ്പോഴും ഇതിൻ്റെ പുറകെ തന്നെയുണ്ട്. ഈ ആദ്യത്തെ പൾസർ സുനിയോട് ചോദ്യം ചെയ്തതിൽ അന്ന് മൊഴിയെടുത്ത, ഇപ്പോൾ വിക്ടിമിൻ്റെതാകട്ടെ, അതുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്നും മൊഴിയെടുത്തല്ലോ. ആ മൊഴിയിലെല്ലാമുള്ള ഒരുപാട് കാര്യങ്ങൾ തേടിയുള്ള അന്വേഷണ സംഘത്തിൽ തന്നെയായിരുന്നു. ഉദാഹരണം നമുക്ക് ആ SIT പിരിച്ചുവിട്ടില്ലായിരുന്നല്ലോ. ശരിയാണ്. ആ SIT അവിടെ തുടരുകയാണ്. ആ SITയുടെ പ്രവർത്തനവും തുടരുകയാണ്. നമ്മുടെ മുമ്പിൽ ഇത് പുനരാരംഭിക്കപ്പെട്ടതും നമ്മൾ പിന്നീട് ഇത് പ്രൈം ടൈമിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയതും ജിൻസൺ എന്ന കഥാപാത്രം പുറത്തു വന്നതിന് ശേഷമുള്ള ഒരു പുതിയ വാർത്തയെ തുടർന്നാണ്. പക്ഷേ അതിനു മുൻപേ ഈ അന്വേഷണ സംഘത്തിന് ഇടവേളയുണ്ടായിരുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. പറയുന്നതിനകത്ത് ഒരു പെശകുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടിന്യൂ ചെയ്യുന്നെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലപ്പത്ത് ദിനേന്ദ്ര കശ്യപാണ്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം അറിയുന്നില്ല. അതൊരൊറ്റ സംഭവത്തിലാണ് അത് ആരോപണമായി ഉയർന്നത്. ഞാൻ തിരികെ എത്താം രണ്ടുപേരിലേക്കും. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഈ ജയിലിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നു. അത് ജയിലുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഇത്തരം നിയമലംഘനങ്ങളെല്ലാം അവിടെ നടക്കുന്നു. അങ്ങനെ സാമാന്യവൽക്കരിച്ച് കണ്ടാൽ ശരി, അങ്ങനെ സംഭവിച്ചാലും പിഴവുകൾ അവസാനം കണ്ടെടുത്തല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമുഖരെന്തായാലും ഇപ്പോൾ അങ്ങേയറ്റം പ്രതിരോധത്തിലായല്ലോ എന്ന ഗുണവശത്തിലേക്കാണോ നാം ഇനി ശ്രദ്ധ ഊന്നേണ്ടത്? 2, ഈ ജിൻസൺ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. പോലീസും ജിൻസണും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതിനെ യാദൃച്ഛികമായി താങ്കൾ കാണുന്നുണ്ടോ? അതുപോലെ തന്നെ സുനിയും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ഇപ്പോൾ കരുതാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ന്യായം ഇന്ന് കോടതിയിൽ വെച്ച് 2 വാക്കേ പറഞ്ഞുള്ളൂ. സ്രാവുകൾക്കൊപ്പം നീന്തുകയാണ് എന്ന് വെച്ചാൽ ഈ പ്രമുഖർ തന്നെയാണ് തൻ്റെ പിന്നിലുള്ളത് എന്ന് സുനിയും പറയുന്നു. ഇതിലൊരു കെമിസ്ട്രി കാണുന്നുണ്ടോ? പോലീസ് എങ്ങോട്ടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? ആ ദിക്കിലേക്ക് തന്നെ പോലീസിന് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന സഹായ ഹസ്തങ്ങളായി ഈ പറയുന്ന സുനിയും ഈ പറയുന്ന ജിൻസണും മാറുന്നുണ്ടോ? വേണു, ഞാൻ ആമുഖമായി ശ്രീ റഹീം പറയാൻ കൊടുത്ത സമയം അത്രയും തന്നില്ലെങ്കിലും കുറച്ചെങ്കിലും എനിക്ക് നൽകണം. താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ 4-5 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഒരു കേസ് ക്രിമിനൽ ഇത്തരത്തിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു ക്രിമിനൽ കേസിൻ്റെ അന്വേഷണത്തിൽ 2 തലങ്ങളുണ്ട്. ഒന്ന് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, 2 സ്ട്രാറ്റജിക് ഇൻവെസ്റ്റിഗേഷൻ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ റഹീം പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില തലങ്ങൾ അവർക്ക് വേണ്ടി വരും. അവർ ചിലപ്പോൾ അഭിനയിക്കും, അവർ കൂലിപ്പണിക്കാരായിട്ട് അഭിനയിക്കും, കച്ചവടക്കാരായി അഭിനയിക്കും, അവർ വേണമെങ്കിൽ ആ ജയിലിലെ തൊഴിലാളികളായിട്ട് അഭിനയിക്കും, ഒക്കെ ചെയ്യും. എന്തിനാന്ന് പറഞ്ഞാൽ യഥാർത്ഥ കുറ്റം പുറത്തു കൊണ്ടുവരാൻ. അതൊരു സ്ട്രാറ്റജിയാണ് അവരുടെ. പിന്നെ സയൻറ്റിഫിക്, ശാസ്ത്രീയമായ രീതിയിൽ. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ബബലു ശ്രീവാസ്തവ കേസിൽ അദ്ദേഹത്തിനെ സോളിറ്ററി കൺഫൈൻമെൻറ്റിൽ ഇട്ടിട്ടതിന് ശേഷം അദ്ദേഹം കുറ്റം ചെയ്തതിനെ സംബന്ധിച്ച് അന്നത്തെ ആ കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ടീം അവലംബിച്ച രീതി ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, സമയക്കുറവുണ്ട് അതിലേക്കും കടക്കുന്നില്ല, വളരെ ശ്ലാഘിക്കപ്പെട്ടതാണ്. ആ കോടതിയിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ ശാസ്ത്രീയമായ ചില ഇടപെടലുകൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൾസർ സുനിയെ പോലെ ഒരു ഹാർഡ് കോർ ക്രിമിനൽ സത്യം പറയാതിരിക്കുമ്പോൾ 3rd ഡിഗ്രി ഉപയോഗിക്കരുത്, അല്ലാതെ 3ാം മുറ ഉപയോഗിക്കരുതെന്നും പെർസിസ്റ്റൻ്റ് ഇൻ്ററോഗേഷൻ വേണമെന്നും ഒക്കെ സുപ്രീം കോടതി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ശാസ്ത്രീയവും സ്ട്രാറ്റജിക്കുമായിട്ടുള്ള ചില അന്വേഷണ തലങ്ങളിലേക്ക് പോലീസിന് പോയിട്ട് വരും. ചിലപ്പോൾ ഒരു കൂട്ടുപ്രതിയെ മൊബൈലും കൊടുത്ത് ആ മുറിയിലേക്ക്, പൾസർ സുനിയുടെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നതിലും തെറ്റില്ല. കാരണം
സുനിയിൽ നിന്നും പലതും നമുക്ക് കിട്ടാനുണ്ട് എന്ന് പൂർണ്ണമായ ബോധ്യം പോലീസിന് വരുമ്പോൾ, അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം ഒരു തരത്തിൽ അല്പം പ്രിമച്ചുറാണ്. ഈ അന്വേഷണത്തിൻ്റെ ആ ഒരു പെസിമിസ്റ്റിക് അപ്രോച്ച് അത് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട്, അതായത് ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ കാണണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും പൾസർ സുനിയും ചോദിക്കുന്നത് ശ്രീ ശിവൻ മഠത്തിൽ, ഇവിടെ താങ്കൾ ഇനി എന്തൊക്കെ തരത്തിൽ ഇതിനെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ കണ്ടാലും ഒരു പഴുതവിടെ ഇടുന്നുണ്ട്, ഒരു കീഴ്വഴക്കം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്താണത്? ഇതൊക്കെ ഇതിനകത്താകാം. ഇപ്പോൾ ജിൻസൺ പറയുകയുണ്ടായല്ലോ, സുനി ഒരു ഹീറോയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് എന്ന്. ശരിയാണ്, സുനിയെ ഇന്നും ഹീറോയാക്കിയിരിക്കുകയാണ് പോലീസ്. എത്ര അകമ്പടി വാഹനങ്ങൾ, ഏത് രൂപത്തിൽ അദ്ദേഹത്തെ അല്ല അയാളെ കോടതിയിൽ കൊണ്ടുവന്ന് ഇറക്കി, എത്ര കരുതലോടെ തിരികെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ സഹതടവുകാർക്ക് അവരെപ്പറ്റി തന്നെ ഒരു മതിപ്പില്ലായ്മ വരികയാണ്, ഇയാളെപ്പറ്റി മതിപ്പ് കൂടുകയുമാണ്. അങ്ങനെ ഒരു പരിശീലനവും അവിടെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറ്റവാളികൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടാക്കുന്ന ചില ഇടപെടലുകളായും ഇത് പരിണമിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. മാത്രമല്ല ഒരു കാര്യം കൂടി, ഇതെല്ലാം ഇവിടെ അനുവദിക്കപ്പെടുമ്പോൾ ഇവിടെ പോലീസിന് ഈ 120B തെളിയിക്കാൻ വേണ്ടിയായി നാം അതിനെ ന്യായീകരിക്കുന്നു. അങ്ങനെയല്ലാത്ത ധാരാളം നിയമലംഘനങ്ങൾ അവിടെ നടക്കുന്നുവെന്ന് ദാ ഇവിടെ ഇരുന്ന ഭരണകക്ഷിയുടെ പ്രതിനിധിയായ റഹീം പറയുന്നുണ്ട്. ഒരു അംഗീകൃത സമ്മത പത്രം നാം എല്ലാം ഒപ്പിട്ട് കൊടുക്കണം എന്ന മട്ടിൽ. എന്ന് വെച്ചാൽ ഈ കേസിൽ ഈ 120Bയുടെ ഭാഗമായി ഇതെല്ലാം നടക്കുന്നത് നല്ല കാര്യം. അങ്ങനെ നല്ല കാര്യമെന്ന് നാം പറയുമ്പോൾ ഒരു 100,000 തെറ്റായ കാര്യങ്ങൾ അവിടെ കിട്ടുകയാണ്, അവിടെ അനുമതി കിട്ടുകയാണ്. അവിടെ ഒരാൾ, ഈ ജിൻസനെ പോലെ ഒരാൾ തുറന്നു പറയാനുണ്ടാകാതിരിക്കുകയോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു കൃത്രിമ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരുപാട് സെല്ലുകളുണ്ടല്ലോ. അവിടെയൊക്കെ ഈ ആനുകൂല്യം പറ്റുന്നവരുമുണ്ടെങ്കിൽ എത്ര നഗ്നമായ നിയമലംഘനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് നാം ജയിലിനെ നിർവചിക്കുന്നതും മാറ്റി തീർക്കുന്നതും. അല്ല വേണു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ റഹീം പറഞ്ഞ കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം ഇത് സ്വാഭാവികമായി നടക്കുന്നതാണ് ജയിലിൽ എന്ന് പറയുന്നത് അത്ര ലാഘവത്തോടെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അദ്ദേഹത്തോട് സ്നേഹം നിലനിർത്തിക്കൊണ്ട് ഞാൻ അതിനെ ശക്തമായ രീതിയിൽ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തണം. അങ്ങനെയല്ല ജയില്. ഒരു ഉദാഹരണം പറയാം. മുമ്പ് ADGP ആയിരുന്ന ശ്രീ അലക്സാണ്ടർ ജേക്കബ് ജയിലിൻ്റെ ഭാഗം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ജയിൽ റിഫോംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് കൊടുത്ത നിർദ്ദേശങ്ങളിൽ കർശനമായി അവിടെ വരുന്ന അവരെ സന്ദർശിക്കാൻ അവരെ നോക്കുന്നതും നൽകുന്നതും കൊടുക്കുന്ന ആഹാരവും നടക്കുന്ന രീതികളും ഒക്കെ എല്ലാം സർവിലൻസിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കൊടുത്തിട്ട്, പക്ഷേ ഇതിനിടയിൽ ചിലപ്പോഴൊക്കെ ഇത് സംഭവിക്കുന്നത്. ഒരു കാര്യം ശ്രീ വേണു പറഞ്ഞ ശരിയാണ്. ഈ പറഞ്ഞ സ്രാവ് ആരുടെ കൂടെ നീന്തുന്നു എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഈ സ്രാവിൻ്റെ കൂടെ നീന്തുവാൻ നമ്മുടെ സമൂഹത്തിൽ പ്രമുഖരെന്ന് നമ്മളൊക്കെ വിളിച്ചിരുന്ന, കണക്കാക്കിയിരുന്ന കുറേ ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും സുനിക്ക് സ്രാവിൻ്റെ കൂടെ നീന്താൻ കുറേ മത്സ്യമാണോ എന്നെനിക്കറിയില്ല, അതല്ല ഇനി വേറെ വല്ല ജന്തുക്കളാണോന്നും അറിയില്ല. എന്തായാലും നീന്തുന്നു. പക്ഷെ ചരിത്രം ഒരു കാര്യം മനസ്സിലാക്കണം, സ്രാവിൻ്റെ കൂടെ നീന്തുന്നതിനെ തന്നെയാണ് സ്രാവ് വിഴുങ്ങുന്നത്. അപ്പൊ വിഴുങ്ങാനൊരു അവസരം വരാൻ വേണ്ടി നമ്മൾ അല്പം വെയിറ്റ് ചെയ്യണം. വിഴുങ്ങപ്പെടും. അഡ്വക്കേറ്റ് BA ആളൂർ, സ്രാവുകൾക്കൊപ്പം നീന്തുകയാണ് സുനി. സുനിയെ സ്രാവായി സുനി അംഗീകരിച്ചിട്ടില്ല, പോലീസും അംഗീകരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അവർക്കൊപ്പമാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സുനി അങ്ങനെ ഒറ്റയ്ക്ക് നീന്തുന്നതല്ല. സുനിക്ക് വളർന്ന് അല്പമെങ്കിലും ഒന്ന് ഈ സ്രാവുകൾക്കൊപ്പം ആയമെടുക്കാനുള്ള ചെറുമീനുകളെ പോലീസായി ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ്. അതായത് ഈ മൊബൈൽ ഫോണായി, സിം കാർഡായി, ഈ കത്തെഴുതാനുള്ള കടലാസായി, കത്തെഴുതാനുള്ള കൈക്കാരനായി, ഇങ്ങനെയൊക്കെ ജിൻസൺ എന്ന ഒരു കൂട്ടുപ്രതിയായി ഇങ്ങനെയൊക്കെ ഇട്ടു കൊടുക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ആ ജയിലിൽ നീന്താനിറങ്ങിയ വ്യക്തിയാണോ ശ്രീ ആളൂർ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മിഥ്യാധാരണകളാണ് എന്നെനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള പോലീസിൻ്റെ ഫൗൾ പ്ലേയിൽ വീഴുന്ന ആളായിരിക്കില്ല സുനി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്തിന് സുനി എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം? നിശബ്ദനായിരിക്കാനുള്ള അവകാശം സുനിയിൽ നിക്ഷിപ്തമായിരിക്കെ ഓണറബിൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, മൗനം ഇരിക്കാനുള്ള അവകാശം, ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയാതിരിക്കാനുള്ള അവകാശം സുനിയിൽ നിക്ഷിപ്തമായിരിക്കെ എന്തുകൊണ്ട് സുനിയെ നിർബന്ധിച്ച് കാര്യങ്ങൾ പറയിപ്പിക്കണം? അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇത് നടന്നു, അല്ലാതെ ഈ സ്രാവുകൾക്ക്